നമസ്കാരം. വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന തലവാചകങ്ങൾ. വണ്ടൂരിൽ കുടുംബശ്രീ ഓണ വിപണന മേളയ്ക്ക് തുടക്കം. ഗാന്ധി സ്ക്വയറിൽ മേള നടക്കുന്നത് പൊന്നോണ മാമാങ്കം എന്ന പേരിൽ. ഉദ്ഘാടനം ചെയ്ത് മന്ത്രി എ പി അനിൽകുമാർ. ഞായറാഴ്ചകളിലും ലാബ് സേവനവുമായി കോട്ടേപ്പാടം സാമൂഹികാരോഗ്യ കേന്ദ്രം. കേന്ദ്രത്തിൽ സൺഡേ ലാബ് സേവനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. കർഷക ദിനാചരണം വൈവിധ്യമാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ. ചടങ്ങുകൾ സംഘടിപ്പിച്ചത് കൃഷിഭവനുകളുടെ സഹകരണത്തോടെ. മികച്ച കർഷകർക്കും ചടങ്ങിൽ ആദരം. പൊന്നോണമെത്താറായി. മേഖലയിൽ ഓണാഘോഷ പരിപാടികളും സജീവം. ആഘോഷങ്ങൾക്കൊപ്പം സേവന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം. വിവിധ ആവശ്യങ്ങൾ. NREGS വർക്കേഴ്സ് യൂണിയൻ അമരമ്പലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് യൂണിയൻ അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. വണ്ടൂർ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പൊന്നോണ മാമാങ്കം ഓണം വിപണന മേളയ്ക്ക് വണ്ടൂരിൽ തുടക്കമായി. ഗാന്ധി സ്ക്വയറിൽ ആരംഭിച്ച മേള റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 31 വരെയാണ് ഓണം വിപണനമേള നടക്കുന്നത്. കുടുംബശ്രീ സംരംഭകരായ 50ഓളം പേർ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ വിപണനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ഓണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് കുടുംബശ്രീ CDS പ്രസിഡന്റും M. അൻഷിത പറഞ്ഞു. നമ്മളൊരു 15 ദിവസമാണ് ഈ പരിപാടി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നാണ് നമ്മുടെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് റവന്യൂ മിനിസ്റ്റർ അനിൽകുമാർ സാറാണ്. പിന്നെ നമ്മുടെ കുടുംബശ്രീന്ന് 50ഓളം സംരംഭകർ ഇതിന്റെ ഓരോ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് വിപണനവും കാര്യങ്ങളും കുറെ കലാപരിപാടികളും കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചടങ്ങിൽ വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ, വൈസ് പ്രസിഡന്റ് അഞ്ജന സിയാദ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബൈജു ചെമ്പ്ര, ഷാഹുൽ ഹമീദ്, നിഷ K. മാധവൻ, കുടുംബശ്രീ CDS അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ചുങ്കത്തറ കോട്ടേപ്പാടത്ത് പ്രവർത്തിക്കുന്ന സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഞായറാഴ്ചകളിലും ലാബ് സേവനം ലഭിക്കും. പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസമേകുന്ന സൺഡേ ലാബ് സേവനം ഇന്നലെ മുതൽ ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. വാരാന്ത്യങ്ങളിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്കും മറ്റു പ്രവൃത്തി ദിനങ്ങളിൽ ആശുപത്രി സന്ദർശിക്കാൻ സാധിക്കാത്തവർക്കുമാണ് സൺഡേ ലാബ് സൗകര്യം ഏറെ പ്രയോജനപ്പെടുക. ഞായറാഴ്ചകളിൽ രാവിലെ 8:30 മുതൽ ആരംഭിക്കുന്ന ലാബിൽ ഉച്ചയ്ക്ക് 1:30 വരെ പരിശോധനകൾ ഉണ്ടായിരിക്കും. രക്തസമ്മർദ്ദം, പ്രമേഹം, CBC, കൊളസ്ട്രോൾ തുടങ്ങിയ രക്തപരിശോധന, മൂത്രപരിശോധന, മറ്റു പ്രാഥമിക ക്ലിനിക്കൽ പരിശോധന തുടങ്ങിയ സേവനങ്ങൾ ലാബിൽ നിന്നും ലഭിക്കും. വാരാന്ത്യങ്ങളിൽ മാത്രം സമയം ലഭിക്കുന്ന ഉദ്യോഗസ്ഥർ, മുതിർന്ന പൗരന്മാർ, അടിയന്തര പരിശോധന ആവശ്യമായി വരുന്ന രോഗികൾ തുടങ്ങിയവർക്ക് ഈ സൗകര്യം വളരെ സഹായകമാകും. പരിശോധനയ്ക്കായി എത്തുന്നവർ ഡോക്ടറുടെ നിർദ്ദേശക്കുറിപ്പ് കൂടെ കരുതേണ്ടതാണ്. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജസ്മൽ പുതിയറ, കവിത ജയപ്രകാശ്, K. ബുഷ്റാബി നിഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മി തോമസ്, മറ്റു ജനപ്രതിനിധികളായ ഡെയ്സി തോമസ്, ലത്തീഫ് മണിമോളി, റോസമ്മ, TR മാധവൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആയിഷ സുഹാന, റഷീദ് വാരിക്കോടൻ, പറമ്പിൽ ബാവ, ഷാജി ചുങ്കത്തറ എന്നിവർ സംബന്ധിച്ചു. ജൻസികൾ കാർഷിക മേഖലയിലും മാറ്റം കൊണ്ടുവരണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. കൃഷി പഴയ തലമുറയുടെ ജോലിയായി കാണാതെ ആധുനിക കാർഷിക രീതിയിലൂടെ മാറ്റം കൊണ്ടുവരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചുങ്കത്തറ പഞ്ചായത്ത് കൃഷിഭവന്റെ കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കൃഷിപ്പണി അതിസാഹസികമായ ഒരു പ്രവൃത്തിയായി മാറിയിരിക്കുന്നു. കാരണം നമ്മുടെ വന്യമൃഗശല്യം ഒരുപാടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന വിളവുകൾ എടുക്കാൻ പന്നി വരുന്നു, നമ്മൾ വിളവെടുക്കുന്നതിന് പന്നി എടുത്തു പോകും, അല്ലെങ്കിൽ കുരങ്ങ് കൊണ്ടുപോകും, അതല്ലെങ്കിൽ ആനയുടെ ആക്രമണം ഒരുപാടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ തന്നെ അവശേഷിക്കുന്ന ഈ വിള കിട്ടിയത് നമ്മൾ കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിച്ചാൽ അവിടെ എടുക്കുന്നവൻ നമ്മുടെ വില തീരുമാനിക്കുക. നമ്മളല്ല നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കൃഷിയുടെ ഉൽപ്പന്നത്തിന്റെ വില തീരുമാനിക്കുന്നത്. അത് എടുക്കുന്ന മിഡിൽമാൻ, ഇടനിലക്കാരൻ തീരുമാനിക്കുക. നമ്മുടെ അധ്വാനത്തിന്റെ വില നമ്മളാ തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല.
അതിന് എത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലും പലപ്പോഴും അത് പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ. മികച്ച കർഷകരെ MLA ആദരിച്ചു. കർഷക സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ് അധ്യക്ഷത വഹിച്ചു. കർഷക ദിനാഘോഷയാത്രയും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീനത്ത് നൌഷാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP മൈമൂന, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നാസർ തെറ്റത്ത്, റെജി ജോൺ, റിയാസ് ചുങ്കത്തറ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്റാബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK ഡെയ്സി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഐസക് അറക്കൽ, മുഹമ്മദ് മാവുങ്ങൽ, ചുങ്കത്തറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് CD സെബാസ്റ്റ്യൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുല ബാലൻ, കൃഷി ഓഫീസർ K സുബൈർ ബാബു, പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷഫീഖ്, CDS പ്രസിഡന്റ് സുഹറാബി, താജ സക്കീർ, പറമ്പിൽ ബാവ, C ബാലകൃഷ്ണൻ, CR ഗോപാലൻ, വാസുദേവൻ കൽപ്പാത്തൊടി, വിജയരാഘവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷക ദിനാചരണം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. വരും തലമുറയ്ക്ക് പച്ചപ്പുള്ള ഒരു നാട് സമ്മാനിക്കുകയും നമുക്ക് കൈക്കൊള്ളാം. മണ്ണിൽ പൊന്നുവിളയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട എല്ലാ കർഷക സുഹൃത്തുക്കളും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഉഷ വേലു മുഖ്യ അതിഥിയായിരുന്നു. വിവിധ മേഖലകളിൽ നിന്നും 7 മാതൃകാ കർഷക തൊഴിലാളികളെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കേരള ഗ്രാമീണ ബാങ്ക് വഴിക്കടവ് ശാഖാ മാനേജർ ശരത് ഹരീന എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ KA വർഗീസ്, മുജീബ് എരഞ്ഞിയിൽ, സക്കീന അഷ്റഫ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ A ശ്രീജയ്, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ കക്ഷി നേതാക്കൾ, കുടുംബശ്രീ ADC അംഗങ്ങൾ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, കർഷകർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. നിലമ്പൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മണലോടി വനിതാ ശ്രീ ചാരിറ്റി ഗ്രൂപ്പ് ലീഡറുമായ മേരി ഷിബുവിന്റെ നേതൃത്വത്തിൽ മരിയ സദനിലെ അമ്മമാർക്കൊപ്പം ഓണാഘോഷം നടത്തി. നഗരസഭ വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കോമഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുരേഷ് പാത്തിപ്പാറ, സ്മിത മോൾ, കൗൺസിലർമാരായ സൈഫുദ്ദീൻ, റെജീന നൌഷാദലി, മുഹമ്മദ് ശിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. ഓണസദ്യ കഴിച്ചും ഓണക്കോടികൾ കൈമാറിയും ആയിരുന്നു ഓണാഘോഷം. ഓണക്കാലത്ത് പൂക്കളുടെ ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രാദേശികമായി പൂക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെണ്ടുമല്ലി കൃഷിയുമായി വണ്ടൂരിലെ കുടുംബശ്രീ കൂട്ടായ്മ. പഴയ വാണിയമ്പലം കൈരളി കുടുംബശ്രീ NHG കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അമ്പലപ്പടി അംബേദ്കർ കോളേജിന് സമീപം 2.5 ഏക്കർ സ്ഥലത്ത് വിശാലമായ ചെണ്ടുമല്ലി തോട്ടം ഒരുക്കിയിട്ടുള്ളത്. വിവിധ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ട് ആരംഭിച്ച കൃഷിയുടെ പരിപാലനവും വിളവെടുപ്പുമെല്ലാം കുടുംബശ്രീ അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നടക്കുന്നത്. കൃഷിക്ക് ആവശ്യമായ പരിശീലനവും സാങ്കേതിക സഹായവും ലഭിച്ചതോടെ ചെടികൾ മികച്ച രീതിയിൽ വളരുന്നുണ്ട്. ഓണക്കാലത്ത് വിളവെടുക്കുന്ന പൂക്കൾ പ്രാദേശിക വിപണിയിൽ എത്തിക്കുന്നതിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് അധിക വരുമാനം നേടാനും സാധിക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനൊപ്പം നാട്ടിൽ തന്നെ പൂക്കൃഷി പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. പഴയ വാണിയമ്പലം കൈരളി കുടുംബശ്രീ NHG കൂട്ടായ്മയിലെ P ഷാനിയ, K ഫൗസിയ, P റിസ്വി എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷിക്ക് തുടക്കമിട്ടത്. പൂക്കളോടൊപ്പം സമീപത്തൊരുക്കിയിരിക്കുന്ന പുരാവസ്തു പ്രദർശനവും സന്ദർശകർക്ക് ആകർഷണമാകും. ഇതര സംസ്ഥാനങ്ങളിലെ പൂക്കാഴ്ചകൾ തേടിപ്പോകുന്നവർക്ക് ഇത്തവണ വണ്ടൂരിലും മനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടം കാണാനും ഫോട്ടോയും റീൽസും പകർത്താനും അവസരമുണ്ട്. ചെണ്ടുമല്ലിത്തോട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ നാടിനായി തുറന്നുകൊടുത്തു. CDS പ്രസിഡന്റ് M അൻഷിതയുടെ നേതൃത്വത്തിലുള്ള സംഘം തോട്ടം സന്ദർശിക്കുകയും ചെയ്തു. വണ്ടൂർ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ 21ാം വാർഡിലെ കൈരളി കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഈ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ ഇവിടെ വിൽപ്പനയുണ്ട്, പ്രദർശനമുണ്ട്. അപ്പോൾ വണ്ടൂർ അംബേദ്കർ കോളേജിൻ്റെ സമീപത്ത് തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വന്ന് കാണണം. നമ്മുടെ കുടുംബശ്രീ സംരംഭത്തെ നല്ലൊരു രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും വന്നുങ്ങാണ്ട് ഇതിന് കാഴ്ചക്കാരൊക്കെ എല്ലാവരോടും ഈ വിവരം പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടുവരണം.
കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ചെണ്ടുമല്ലിത്തോട്ടം വണ്ടൂരിൻ്റെ ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ നിറവും നാട്ടുകാർക്ക് പുതിയൊരു കാഴ്ചാനുഭവവും സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷ. 100 പ്രകാശ വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ 2027 ജനുവരിയിൽ നടക്കുന്ന സെന്റിനറി കോൺഫറൻസിന് മുന്നോടിയായി സംഘടിപ്പിച്ച വണ്ടൂർ സോൺ സെന്റിനറി കോൺക്ലേവ് പ്രൗഢമായി സമാപിച്ചു. അൽ ഫുർഖാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ യൂണിറ്റുകളിൽ നിന്ന് ശേഖരിച്ച സെന്റിനറി നിധി സംസ്ഥാന നേതാക്കൾ ഏറ്റുവാങ്ങുകയും തുടർ കർമ്മ പദ്ധതികൾ വിശദീകരിക്കുകയും ചെയ്തു. KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം, വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി, അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി, ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമല, CM ജാഫർ അലി, മുഹമ്മദ് പറവൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരു വീട്, ആ വീടിൽ നബിയ അങ്ങുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രകാശത്തിലേക്ക് വിളക്കിലേക്ക് ആവശ്യമില്ല എന്നാണ് അതിന്റെ ഒരർത്ഥം. ഇനി ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ വീട്, ഏറ്റവും വലിയ സങ്കേതം, അവന് ആകർഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവനിൽ ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സാണ്, ഹൃദയമാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ നബിതങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഹൃദയത്തിന് മറ്റൊന്നും ആവശ്യമില്ല. അത്രമാത്രം ഹൃദയം ലംഘും, പ്രകാശിക്കും, പ്രസരിക്കും. ഹൃദയത്തിന് എല്ലാം, മനുഷ്യന്റെ സുഖം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ സുഖാണല്ലോ, മനസ്സിന്റെ സുഖാണല്ലോ. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ സുഖത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് വഴി എന്ന് ആ ശകലത്തിൽ നിന്ന് മനസ്സിലാവും. ചടങ്ങിൽ ബഷീർ സഖാഫി, ലത്തീഫ് സഖാഫി, മുസ്തഫ ഹാജി, ഷർഫുദ്ദീൻ മാളിയേക്കൽ, അബ്ദുറഹ്മാൻ സഖാഫി വാണിയമ്പലം, ഹൈദർ വള്ളിക്കാപ്പറമ്പ്, ഹസൈനാർ ബാഖവി, ഷംസുദ്ദീൻ അഞ്ചച്ചവടി, ജാഫർ പത്തിരിയാൽ, ഫായിസ് സഖാഫി തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. വണ്ടൂർ സോണിന് കീഴിലെ എല്ലാ ഘടകങ്ങളുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, യൂണിറ്റ് കർമ്മസമിതി അംഗങ്ങൾ, ഭാരവാഹികൾ എന്നിവർ പ്രതിനിധികളായി കോൺക്ലേവിൽ പങ്കെടുത്തു. ജനവാസ കേന്ദ്രത്തിൽ നിക്ഷേപിച്ച അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടി ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തി. മുത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹഫ്സത്തിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളാണ് ചൊവ്വാഴ്ച രാവിലെ 8:30 മുതൽ എടക്കര പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 3 ആഴ്ച മുമ്പ് മൂത്തേടം പഞ്ചായത്തിലെ കുറ്റിക്കാട് ജനവാസ കേന്ദ്രത്തിലെ ഒരു ഷെഡിൽ ലോഡ് കണക്കിന് മാലിന്യം നിക്ഷേപിച്ചിരുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ ശേഖരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ജനവാസ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചവർക്കെതിരെ പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലം ഉടമയോട് 50,000 രൂപ പിഴയൊടുക്കാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം മാലിന്യം നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് പഞ്ചായത്തിലേക്ക് ഇമെയിൽ സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. SI KR ജസ്റ്റിനുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഭരണസമിതി അംഗങ്ങൾ പിരിഞ്ഞുപോയത്. വേസ്റ്റ് കൊണ്ടുപോയിട്ട് വണ്ടി ടോറസ് പിടിക്കാനുള്ള സംവിധാനം മുപ്പര് ചെയ്യും. മുപ്പര് ഇടപെട്ട് 2-3 ദിവസം കൊണ്ട് ഇടപെട്ടപ്പോൾ തന്നെ ഒരു തീരുമാനം. ഇപ്പോൾ അവിടെ വന്നിട്ട് ചെറുതായിട്ട് വാരുന്നുണ്ടായിരുന്നില്ലേ, വേസ്റ്റ് വാരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി പിടിച്ചിട്ട് തീരുമാനമാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ടോറസ് വണ്ടി പിടിക്കണമെന്നില്ലാണ് പിടിച്ച വണ്ടി വണ്ടിയിൽ ഒരു വണ്ടിക്ക് ഓല് പറയണത്, മറ്റു വണ്ടിയില്ല. അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് സാധനം വാരുക. അപ്പോൾ അതിന് പ്രധാനമായിട്ട് കൊണ്ടുവന്നിട്ട് ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREGS വർക്കേഴ്സ് യൂണിയൻ അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ നിലമ്പൂർ ഏരിയ സെക്രട്ടറി കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് P ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി VK അനന്തകൃഷ്ണൻ, CITU ഏരിയ സെക്രട്ടറി P ശിവാത്മജൻ, CITU പഞ്ചായത്ത് കൺവീനർ P ഉണ്ണികൃഷ്ണൻ, KSKTU ഏരിയ കമ്മിറ്റി അംഗം PC നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ O ഷാജി സ്വാഗതവും NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി മിനി നെല്ലേങ്കര നന്ദിയും പറഞ്ഞു. മുനീഷ കടവത്ത്, ഫാത്തിമ നസീറ, പാത്തുമ്മ ചട്ടിപ്പാടം, PK ബീന, MA നസീർ, K രാജൻ എന്നിവർ നേതൃത്വം നൽകി. VBG റാംജി നിയമം പിൻവലിക്കുക, അടിയന്തരമായി തൊഴിൽ ലഭ്യമാക്കുക, ഓണം ഫെസ്റ്റിവൽ 1200 രൂപ അനുവദിക്കുക, കൂലി കുടിശ്ശിക മുഴുവൻ അടിയന്തരമായി കൊടുത്തു തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു.
കർഷക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലായി ചിങ്ങം പറന്നു. എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ജില്ലാതല കർഷക ദിനാഘോഷവും ഓണോത്സവവും നടന്നു. ചടങ്ങ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ഉദ്ഘാടനം ചെയ്തു. മികച്ച കർഷകരെ ആദരിക്കലും വിപുലമായ കലാപരിപാടികളും ഒരുക്കി. ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ 10 മണിക്ക് സീതി ഹാജി പാലത്തിൽ നിന്നും വർണ്ണാഭമായ കാർഷിക ഘോഷയാത്രയും നടന്നു. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ സമദ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ഉദ്ഘാടനം ചെയ്തു. കർഷകരുണ്ടെങ്കിൽ നമ്മളുണ്ടാവുള്ളൂ, കർഷകരില്ലെങ്കിൽ നമ്മളില്ല. അവിടെയാണ് നമ്മൾ ആദ്യം കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നത്. നമ്മുടെയൊക്കെ രാജ്യത്തിൻ്റെയും നമ്മുടെയൊക്കെ നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മുടെ കർഷകരാണ്. അതുകൊണ്ടാണ് കൃഷിയെ, അന്യം നിന്ന് പോകുന്ന കൃഷിയെ വളരെ പ്രോത്സാഹനം കൊടുത്ത് എല്ലാവരെയും കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര, സംസ്ഥാന, അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളും ഒക്കെ വളരെ മികച്ച പദ്ധതികളുമായി മുന്നോട്ട് വരും. പക്ഷേ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് എത്രമാത്രം പ്രാഥമികമായി എത്രമാത്രം നമ്മൾ അതിൽ വിജയിച്ചു എന്നുള്ളത് ഓരോ കൊല്ലം നമ്മൾ വിലയിരുത്തണം. നമ്മൾ റൊട്ടീനായിട്ട് 10-15 പദ്ധതികൾ വിഭാവനം ചെയ്യും, ആ പദ്ധതിക്ക് പണം വെക്കും, അത് കൃഷി ഓഫീസർ പ്രൊജക്ട് കൊണ്ടുവരും, നമ്മൾ അത് പാസ്സാക്കി വിടും. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P ശ്രീലേഖ പദ്ധതിയുടെ വിശദീകരണം നടത്തി. ജനപ്രതിനിധികൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാർഷിക രംഗത്തെ പുതിയ പ്രവണതകൾ ചർച്ച ചെയ്യുന്നതിനായി കാർഷിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ പ്രത്യേക കാർഷിക സെമിനാറും ഒരുക്കിയിരുന്നു. ഇതിനു പുറമെ നാടൻപാട്ട്, ഗാനമേള, മറ്റ് കലാപരിപാടികൾ എന്നിവയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കേരള ഗ്രാമീണ ബാങ്ക് നിലമ്പൂർ ശാഖ മുതുകാട് അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ കാണിക്ക സമർപ്പിച്ചു. ബാങ്ക് മുൻ മാനേജർ G ലത സമർപ്പണം നിർവഹിച്ചു. നിലമ്പൂർ ശാഖ സീനിയർ മാനേജർ വെച്ചൂർ C ശങ്കർ, അസിസ്റ്റന്റ് മാനേജർ നീരജ രാജേന്ദ്രൻ, ജീവനക്കാരായ T അനു, പറക്കോട്ടിൽ നാരായണൻ, ക്ഷേത്രം ഭാരവാഹികളായ T കാളിദാസൻ, K സജീവ്, K രതീഷ്, K രാമചന്ദ്രൻ, M മനോജ്, T അരുൺദാസ്, P ഹരികൃഷ്ണൻ എന്നിവരും നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രതന്ത്രി കാരാട് പുഷ്കര ശർമ്മ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. നിലമ്പൂർ വീട്ടിക്കുത്ത് ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി. വാർഡ് കൗൺസിലർ K സ്വപ്ന ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി MR സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. P ശബരീശൻ, ഗോവർദ്ധൻ പൊറ്റക്കാട്, കേണൽ സുകുമാരൻ നായർ, P വസുമതി, P പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. P പ്രശാന്ത് സ്വാഗതവും P പ്രസാദ് നന്ദിയും പറഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങളും നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടത്തിയ
വായനാ പ്രശ്നോത്തരി മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. PV നാരായണൻ, P ദിവ്യ, സതി ദാമോദരൻ, KN അരുൺകുമാർ, K കുശലൻ, P ജയചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ചുങ്കത്തറ സ്വരലയം സലീജ് ഖാൻ മെമ്മോറിയൽ മ്യൂസിക് ബാൻഡ് ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ അപ്പു മാസ്റ്റർ കൈപ്പിനി ഉദ്ഘാടനം ചെയ്തു. സത്യവും അതുപോലെ തന്നെ ദയ, വായ്പ്, അതുപോലെ തന്നെ ദാനം തുടങ്ങിയുള്ള എല്ലാ സദ്ഗുണങ്ങളും ചേർന്നിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമായിരുന്നു മഹാബലി തമ്പുരാൻ. സലീം ചുങ്കത്തറ, പിന്നണി ഗായിക ബിന്നി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. തൊഴിലുണരൂ തൊഴിലുണരൂ തുമ്പികളെ, തുമ്പപ്പൂങ്കാവിലെ വീണകളെ. ചുങ്കത്തറയിലെ സ്വരലയം സംഗീത കൂട്ടായ്മ എന്നുള്ള സംഘത്തിന് എൻ്റെ എല്ലാവിധ ഓണാശംസകളും, എൻ്റെ മാത്രമല്ല എൻ്റെ ചേട്ടൻ എൻ്റെയും ഓണാശംസകൾ നേരുന്നു. സുനിൽ മാസ്റ്റർ കല്ലിങ്ങൽ സ്വാഗതം പറഞ്ഞു. ജയരാജ് പള്ളിക്കുത്ത്, സ്വരലയം അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് അത്തപ്പൂക്കളം ഒരുക്കിയത്. ദാസൻ കൈപ്പിനി മാവേലിയായും വേഷമിട്ടു. സൗണ്ട് എഞ്ചിനീയർ ബാപ്പു പരിപാടികളിൽ പങ്കെടുത്ത മറ്റംഗങ്ങൾ എന്നിവർക്ക് ഉപഹാരവും കൈമാറി. വിവിധ ഓണപരിപാടികളും അരങ്ങേറി. നിലമ്പൂർ ചന്തക്കുന്ന് പാലിയേറ്റീവിനും നിലമ്പൂർ ഡീപോൾ സ്നേഹ സദനത്തിനും ഓണസമ്മാനമായി ഭക്ഷ്യസാമഗ്രികൾ കൈമാറി. ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സമാഹരിച്ചവയാണ് രണ്ടിടങ്ങളിലും ബന്ധപ്പെട്ടവർക്ക് കൈമാറിയത്. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ചെയർമാൻ P അബ്ദുൾ ഹമീദ്, നിലമ്പൂർ സ്നേഹസദനം സുപ്പീരിയർ സിസ്റ്റർ ലിസറ്റ് എന്നിവർ ഭക്ഷ്യസാമഗ്രികൾ ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികളുടെ സേവന പ്രവർത്തികൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മരിയ ജീന, സോഷ്യൽ സർവീസ് കോർഡിനേറ്റർമാർ എന്നിവർ നേതൃത്വം നൽകി. ഓണാഘോഷത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ന്യായവിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനായി എടവണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന നാടെങ്ങും നല്ലോണം ഓണം സഹകരണ വിപണി ആരംഭിച്ചു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ഉദ്ഘാടനം ചെയ്തു. എടവണ്ണ സർവീസ് സഹകരണ ബാങ്കും കൺസ്യൂമർ ഫെഡുമായി നടത്തുന്ന 2026 ഓണം സഹകരണ വിപണി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ഉദ്ഘാടനം ചെയ്തു. 1700 രൂപ ചെലവ് ഭക്ഷ്യ കിറ്റാണ് നൽകുന്നത്. അത് സബ്സിഡി കഴിച്ചാൽ ബാങ്കിന് 1600 രൂപ ഒരു കിറ്റുമേ വെച്ചിട്ടുണ്ടാകും. 1100 രൂപ ആണ് ഇതിന്റെ വരുന്ന വില. ഇത് വളരെ ഭംഗിയായിട്ട് ഇതിന് മുൻകൈ എടുത്ത എടവണ്ണ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ബാങ്ക് പ്രസിഡന്റ് U കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അരീക്കോട് യൂണിറ്റ് ഇൻസ്പെക്ടർ ഷിജു ജോയ്, സെക്രട്ടറി V അജിത, ബാങ്ക് ഡയറക്ടർമാർ, ജീവനക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു. വഴിക്കടവ് നാരൂക്കാവ് സ്വദേശി സൗദിയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. നാരൂക്കാവ് മേക്കൊരവ പരേതനായ ദേവർ തുടിക കുഞ്ഞാലിന്റെ മകൻ റസാഖാണ് മരിച്ചത്. റിയാദിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായ റസാഖിന് ജോലിസ്ഥലത്ത് വെച്ചു തന്നെയാണ് ഹൃദയാഘാതം സംഭവിച്ചത്. തുടർന്ന് റെഡ് ക്രസന്റ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം ഷുമൈഷി ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി. റിയാദ് മലപ്പുറം ജില്ലാ KMCC വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. റൈഹാനത്താണ് ഭാര്യ. മിദ്ലാജ്, മിൻഹാജ്, മുഹത്താർ, യാസീൻ എന്നിവർ മക്കളാണ്. നിലമ്പൂർ വല്ലപ്പുഴ ചാലിയിൽ വീട്ടിലെ കോഴിക്കൂട്ടിൽ കയറിയ മൂർഖനെ പിടികൂടി. വനം RRTFിലെ PR രതീഷ്, സ്നേക്ക് റെസ്ക്യൂവർ ഷഹബാൻ മമ്പാട്, ആഷിഖ് മമ്പാട് എന്നിവരെത്തിയാണ് മൂർഖനെ പിടിച്ചത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. നിലമ്പൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തെ MSc ജോഗ്രഫി കോഴ്സിൽ ST വിഭാഗത്തിൽ 2 സീറ്റുകൾ ഒഴിവുണ്ട്. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ അസൽ രേഖകൾ സഹിതം
ഈ മാസം 20-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 കോളേജിൽ നേരിട്ട് ഹാജരാവുക. 9745868276 എന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും. ജില്ലയിലെ എല്ലാ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ലൈസൻസ്, വയർമാൻ പെർമിറ്റ്, സൂപ്പർവൈസർ പെർമിറ്റ് ഉടമകൾ സുരക്ഷാ സോഫ്റ്റ്വെയറിൽ ഓഗസ്റ്റ് 31-നകം രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറിയിച്ചിട്ടുണ്ട്. 049362950004 എന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ക്രിയേറ്റീവ് ഗ്രാഫിക്സ് ഡിസൈനിങ് വിത്ത് AI കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. SSLC ജയിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 8590605276 എന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 20-ന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. യോഗ്യരായ വിദ്യാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഉച്ചയ്ക്ക് 12-നകം കോളേജിൽ ഹാജരാകണം. 9074006717 എന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും. ഇനി ചരമം. നിലമ്പൂർ ചേലശ്ശേരിക്കുന്ന് പരേതനായ കാവുങ്ങൽ കേശവന്റെ ഭാര്യ രമണി നിര്യാതയായി. 62 വയസ്സായിരുന്നു. ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം സീനിയർ ക്ലർക്ക് അരുൺ, ആതിര എന്നിവർ മക്കളാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 20 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 14,290 രൂപയാണ് വില. പവന് 1,14,320 രൂപ. വെള്ളി ഗ്രാമിന് 255 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വണ്ടൂരിൽ കുടുംബശ്രീ ഓണ വിപണന മേളയ്ക്ക് തുടക്കം. ഗാന്ധി സ്ക്വയറിൽ മേള നടക്കുന്നത് പൊന്നോണ മാമാങ്കം എന്ന പേരിൽ. ഉദ്ഘാടനം ചെയ്ത് മന്ത്രി AP അനിൽകുമാർ. ഞായറാഴ്ചകളിലും ലാബ് സേവനവുമായി കോട്ടേപ്പാടം സാമൂഹികാരോഗ്യ കേന്ദ്രം. കേന്ദ്രത്തിൽ സൺഡേ ലാബ് സേവനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. കർഷക ദിനാചരണം വൈവിധ്യമാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ. ചടങ്ങുകൾ സംഘടിപ്പിച്ചത് കൃഷിഭവനുകളുടെ സഹകരണത്തോടെ. മികച്ച കർഷകർക്കും ചടങ്ങിൽ ആദരം. പൊന്നോണമെത്താറായി. മേഖലയിൽ ഓണാഘോഷ പരിപാടികളും സജീവം. ആഘോഷങ്ങൾക്കൊപ്പം സേവന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം. വിവിധ ആവശ്യങ്ങൾ. NREGS വർക്കേഴ്സ് യൂണിയൻ അമരമ്പലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് നടത്തിയത് യൂണിയൻ അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.